ആയാലും നമുക്ക് വേറെ വഴിയില്ല. എന്താ രാത്രി ഒന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ വിടാ. കഴിഞ്ഞ ദിവസമായിരുന്നു പ്രശ്നേഷിൻ്റെ സഹോദരിയുടെ അമ്മയുടെ ഇൻ്റർവ്യൂ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്ന. ആ ഒരു ഇൻ്റർവ്യൂവിൽ തങ്ങൾക്ക് നേരെ നടന്ന ഉപദ്രവവും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇവൻ ഇതേ കണക്ക് അനിയത്തെ പറ്റി മോശമായിട്ടുള്ള രീതിയിൽ വീഡിയോ ഇട്ടേന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ഇൻ്റർവ്യൂ പോലെ മീഡിയസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണമെന്ന് പറഞ്ഞാൽ ഇവന് പൈസയുടെ ആവശ്യമുണ്ട് വെളിയിൽ പോകാൻ വേണ്ടി. അതിന് അനിയത്തിയുടെ സ്വർണം പണയം വെച്ചേക്കുവാണ്. അത് ഫുള്ളായിട്ടത് വിൽക്കാനൊക്കെയുള്ള ഒരു പരിപാടിയും ആ ഒരു ക്യാഷിൻ്റെ ആവശ്യമായിട്ടാണ് സഹോദരിയായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഈ ഒരു പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമായി അവസാനം അടിക്കാൻ വരെ വന്നു എന്നുള്ളൊരു കാര്യം സഹോദരി പറയും. തൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പാണ് നിങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം, താൻ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ തൻ്റെ സഹോദരനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് പൈസയുടെ ആവശ്യം കൂടി വന്നു. അവനും അവൻ്റെ ഭാര്യയ്ക്കും വെളിയിൽ പോകണമായിരുന്നു. അതുകൊണ്ടാണ് അതിന് പൈസയുടെ ആവശ്യം അവന് വന്നത്. ആ ഒരു പൈസയ്ക്ക് വേണ്ടി അനിയത്തിയുടെ സ്വർണത്തിന് വേണ്ടി അടികൂടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അനിയത്തി പറഞ്ഞു എനിക്ക് തരാൻ പറ്റത്തില്ല, സ്വർണ്ണമൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിലാണ് ഇവർ തമ്മിൽ അടിയുണ്ടായുള്ളൊരു കാര്യം സഹോദരി പറയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ദേഷ്യത്തിലാണ് വീഡിയോയിൽ വന്നിട്ട് അനിയത്തിക്ക് 4-5 കാമുകന്മാരുണ്ട്, ഒരു ലൈൻ അല്ലെങ്കിൽ മറ്റൊരു ലൈൻ, ഇത് കാരണമാണ് ഞങ്ങൾ പിരിഞ്ഞെന്നുള്ള രീതിയിൽ ഈ ഒരു സഹോദരനായിട്ടുള്ള പ്രശ്നേഷ്, സഹോദരനെന്ന് പോലും വിളിക്കാൻ പറ്റാത്ത അത്ര നാറിയ കാര്യമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവൻ. എന്തായാലും അവനുണ്ടെങ്കിൽ ഇത് എനിക്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഭാര്യ അതിന് കൂട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഇവർക്ക് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇവർ വീഡിയോ ഇട്ട സമയത്ത് ഈ ഒരു സഹോദരി അമ്മയ്ക്കും പുറത്ത് ഈ കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. കാരണം അവർക്ക് സോഷ്യൽ മീഡിയയോ ഒന്നും തന്നെ ഇല്ലല്ലോ, അതുകൊണ്ട് പറയത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഓൺലൈനിലുള്ള മീഡിയാസൊക്കെ അവരെ പോയി കാണുകയും അതുപോലെ തന്നെ ഇപ്പം മെയിനായിട്ടുള്ള ചാനൽസൊക്കെ അവരെ പോയി കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെടുത്താണ് ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഫുള്ളായിട്ടുള്ള തെളിവും കാര്യങ്ങളും അവർ രണ്ടുപേരുടെ കയ്യിലുമുണ്ട്. ഈ ഒരു സഹോദരനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും ആ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും പോലീസ് നോക്കിക്കോളും, അവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ അതിൻ്റെ കേസും കാര്യങ്ങളും പോകുമെന്നാണ് സഹോദരി പറഞ്ഞിട്ടുള്ളത്. ഞാനിതിനെപ്പറ്റി പറയണമെന്ന് താല്പര്യപ്പെട്ടില്ല, പക്ഷേ തനിക്കെതിരെ വന്ന കുറേ മോശമായിട്ടുള്ള രീതിയിൽ ലൈവിൽ വന്ന് പറയുകയും ഇത് കാരണം കുറേയധികം പേര് തന്നെ മോശമായിട്ടുള്ള രീതിയിൽ കാണും എന്നുള്ള ഒരൊറ്റ കാരണം, അതുപോലെ തന്നെ ഇങ്ങനെ എന്നെപ്പറ്റി പറയാൻ എങ്ങനെ തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സഹോദരി വിഷമത്തോടെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്കും തോന്നിയായിരുന്നു, എങ്ങനെ ഒരു സഹോദരിയെപ്പറ്റി ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ ലൈവിൽ വന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അവൻ അത്ര മോശമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. കുടുംബത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടക്കാം, അടിയുണ്ടാവാം, ഇതെല്ലാം നോർമലാണ്. പക്ഷേ ഇത് വെളിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പറയണമെങ്കിൽ അതൊട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നേഷിൻ്റെ അവൻ്റെ വൈഫിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യം തോന്നുന്നില്ല. നിങ്ങളുടെ ഈ ഒരു കാര്യത്തിൽ എന്താണ് ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്.